കത്ത് പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ കുടുംബത്തെ അനുനയിപ്പിക്കാൻ KPCCയുടെ അച്ചടക്ക സമിതി ശ്രമിച്ചാലും കാര്യമില്ലെന്ന് തോന്നുന്നു. കാര്യം മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ബത്തേരിയിലെ നിയമനക്കോഴിയുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ആ കേസിലും കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ വളരെ എളുപ്പം ബന്ധിപ്പിക്കാനൊക്കെ പോലീസിന് സാധിക്കും. ചുരുക്കത്തിൽ ഒരു അറസ്റ്റും കുറച്ച് ദിവസമെങ്കിലും ജയിൽ ശിക്ഷയും അനുഭവിച്ചു കൊടുക്കുക എന്നതായിരിക്കും അതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും IC ബാലകൃഷ്ണന്റെ അറസ്റ്റ് നടപടികളിലേക്കടക്കം കടക്കാനുള്ള സാധ്യതയുണ്ടോ? IC അടക്കമുള്ളവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കില്ലേ? സാനിയ മനോമി. അതായത് അരുൺ അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഒന്നാം പ്രതി ചേർക്കുമ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യുകയും അതിന് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യാം. അതാണ് അതിന്റെ നടപടിക്രമം. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ള ആളുകൾ അദ്ദേഹം ഒന്നാം പ്രതിയായിട്ടാണുള്ളത്. മാത്രവുമല്ല ഈ കേസിൽ 3 മുൻ DCC പ്രസിഡന്റുമാർ പ്രതികളായിരിക്കുമെന്നാണ് FIRൽ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഈ പുതുതായി പ്രതിചേർക്കപ്പെട്ട 4 പേരും മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസ് ഈ അവസരത്തിൽ IC ബാലകൃഷ്ണൻ MLAയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല. പക്ഷേ അത് രഹസ്യമായിരിക്കും. സ്വാഭാവികമായും അത് നമ്മളോട് പറയാനുള്ള സാധ്യതയില്ല. ഏതായാലും നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കേസുകൾ പോലീസ് ഈ വിഷയത്തിൽ എടുത്തിരുന്നു. പ്രാദേശിക നേതാക്കളെ അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് കൂടുതൽ കേസുകൾ എടുത്തത്. പത്രോസ്, സായൂജ് എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തത്. അതായത് UK പ്രേമൻ, മണ്ണിൽ സക്കറിയ, CT ചന്ദ്രൻ, ജോർജ് കുര്യൻ, ഇതിൽ NM വിജയനും ഒരു പ്രതിയാണ്. ഇവരെയൊക്കെ പ്രതികളാക്കിക്കൊണ്ടാണ് ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പണം വാങ്ങുകയും 22 ലക്ഷവും 11 ലക്ഷവും ഒക്കെയാണ് ഇവരിൽ നിന്ന് വാങ്ങിയത്. എന്നാൽ പണവുമില്ല, ജോലിയുമില്ല എന്ന അവസ്ഥയിലായതോടെയാണ് പരാതി കൊടുക്കുകയും ഇപ്പോൾ അവരെയൊക്കെ പ്രതികളാക്കി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയൊരു IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, കോൺഗ്രസ് മുൻ നേതാവ് KK ഗോപിനാഥൻ, മുൻ DCC പ്രസിഡന്റ് KL പൗലോസ്, ഈ 4 പേരാണോ ഇപ്പോൾ നിലവിൽ FIRലുള്ള 4 പ്രതികൾ? അതായത് FIRൽ കൃത്യമായി പ്രതികളുടെ പേരല്ല പറഞ്ഞിരിക്കുന്നത്, മുൻ DCC പ്രസിഡന്റുമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ IC ബാലകൃഷ്ണൻ MLA ഒന്നാം പ്രതിയാണെന്നും പറയുന്നുണ്ട്. ഒന്നാം പ്രതിയാണെന്നാണ് DYSP ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അതിനുശേഷം 2, 3, 4 പ്രതികൾ മുൻ DCC പ്രസിഡന്റുമാർ. അങ്ങനെ വരുമ്പോൾ 4-ാം പ്രതി KL പൗലോസ് തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ചില കേന്ദ്രങ്ങൾ പറയുന്നത്. പകരം മരിച്ചുപോയ ഒരു നേതാവിന്റെ പേരാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലീസ് എന്നും, അതേസമയം KL പൗലോസിന്റെ പേര് തന്നെ ചേർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് CPM അടക്കം രംഗത്ത് വരികയാണ്. ഏതായാലും ഒന്നാം പ്രതി IC ബാലകൃഷ്ണൻ, 3 മുൻ DCC പ്രസിഡന്റുമാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ND അപ്പച്ചനും അതുപോലെ KL പൗലോസും വരേണ്ടതുണ്ട്. KK ഗോപിനാഥനും ഈ കേസിൽ പ്രതിയാണെന്നാണ് അറിയുന്നത്. അരുൺ, ഓക്കെ, എന്തായാലും ഈ കുറിപ്പിലെ കൈയക്ഷരം വിജയന്റേതാണെന്ന് വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ കത്ത് ഒരു പ്രധാന തെളിവായി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. നിലവിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനുള്ള കേസ് ചുമത്തുമ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ്. അസ്വാഭാവിക മരണത്തിനുള്ള കേസ് ഒരു ക്രിമിനൽ കേസായിട്ട് പരിണമിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണാ കുറ്റം വരുന്നതോടുകൂടി 27-ാം തീയതി എടുത്ത മാനന്തവാടി സബ് കളക്ടർ കോടതിയിലുള്ള കേസ് ക്രിമിനൽ കേസായി പരിഗണിച്ച് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.